തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിഭാഷാ നയം ചർച്ചയാക്കി DMK. പാർട്ടി അധികാരത്തിലുള്ളിടത്തോളം കാലം നയം നടപ്പാക്കാൻ കേന്ദ്രത്തെ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. ഹിന്ദി നടപ്പാക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം ഫണ്ട് തടഞ്ഞുവെന്ന ആരോപണവും സ്റ്റാലിൻ ആവർത്തിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കാനുള്ള CBSE തീരുമാനത്തിൽ കേന്ദ്രത്തിനെതിരെ പോർമുഖം തുറക്കുകയാണ് തമിഴ്നാട് സർക്കാരും അതിനെ നയിക്കുന്ന DMKയും. ഇതിലൂടെ ഹിന്ദി അടിച്ചേൽപ്പിക്കലാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് സ്റ്റാലിന്റെ വിമർശനം. പ്രചാരണ യോഗങ്ങളിൽ വിഷയം സ്റ്റാലിൻ ഉന്നയിക്കുന്നുണ്ട്. ത്രിഭാഷാ നയം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ധൈര്യമുണ്ടോ എന്നാണ് വെല്ലുവിളി. ഒപ്പം DMK സർക്കാർ അധികാരത്തിലുള്ളിടത്തോളം കാലം ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനവും. பிரதமர் மோடி அவர்களுக்கும் அமித்ஷா அவர்களுக்கும் ஒரு ஓபன் சேலஞ்ச் பண்றேன். தமிழ்நாட்டுக்கு நீங்க பிரச்சாரத்துக்கு வரும்போது தமிழ்நாட்டுல மும்மொழி கொள்கையை அமல்படுத்துவோம்னு சொல்லி பிரச்சாரம் பண்ண உங்களுக்கு தைரியம் இருக்கா? உங்கள் யாருக்காவது தைரியம் இருக்கா? வாங்க வந்து பேசுங்க பார்க்கலாம். അതേസമയം ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്രം. ഭയം പടർത്തി സ്റ്റാലിൻ രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ലെന്നാണ് സ്റ്റാലിന്റെ നിലപാട്. ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ഫണ്ട് തടഞ്ഞുവെച്ചതായും സ്റ്റാലിൻ ആരോപിക്കുന്നു. ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ത്രിഭാഷാ നയം തമിഴകത്ത് വലിയ ചർച്ചയാകുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.